ഹോണ്ട ആക്റ്റീവയുടെ BS6 വരുന്ന ഈ സ്കൂട്ടർ രാവിലെയും വൈകിട്ടും സ്റ്റാർട്ടാക്കുമ്പോൾ, അതായത് രാത്രി കുറേ നേരം ഉപയോഗിക്കാതെ വെച്ച് രാവിലെയും പിന്നെ രാവിലെ ഓഫീസിൽ കൊണ്ടുവച്ച് വൈകിട്ടും ഓണാക്കുമ്പോൾ ഉള്ളൊരു കംപ്ലൈൻറ്റാണ് കാണിച്ചു തരുന്നത്. ഇത് ഫസ്റ്റ് സർവീസിന് ശേഷമാണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ഫീൽ ചെയ്തത്. കാണിച്ചു തരാം. നമ്മൾ കീ ഇട്ടിട്ട് ഓണാക്കിയിട്ട് വണ്ടി നമ്മൾ ഓണാക്കാൻ വേണ്ടി നമ്മൾ നോക്കി ഇഗ്നിഷൻ ഇങ്ങനെ വന്നു. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ഐക്കൺ പച്ച നിറത്തിലും പിന്നെ വണ്ടിയുടെ സെൻസേഴ്സിൻ്റെ ഒരു സിമ്പലും വന്നു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അങ്ങനെ ബ്രേക്ക് പിടിച്ച് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് അമർത്തിയാണത് സ്റ്റാർട്ടാക്കുന്നത്. ഇങ്ങനൊരു സിമ്പിൾ കത്തില്ലാതെ ഓപ്ഷനില്ല. നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ടും ഒരു സൗണ്ട് അല്ലാതെ ഇങ്ങനെ അടിക്കുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു മിന്നലും ലൈറ്റും ഉണ്ട്. ലൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിമ്പിൾ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഒരു വട്ടം വീണ്ടും അടിക്കാൻ പോകണം. സ്റ്റാർട്ട് ബട്ടൺ നോക്കുമ്പോൾ വീണ്ടും അടിക്കും. ഇതിനകത്ത് നമ്മളിത് വിടുമ്പോൾ ഇങ്ങനെ കാണും. വണ്ടി സ്റ്റാർട്ടാവില്ല. എത്ര നേരം നോക്കിയാലും വണ്ടി സ്റ്റാർട്ടാവില്ല. ഇനിയിപ്പോൾ സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണോ വെച്ചിട്ട് സ്റ്റാൻഡല്ല നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാൻഡ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടാങ്ക് എണ്ണയുണ്ട്. പുതിയ വണ്ടിയാണ്. BS6 ഫസ്റ്റ് സർവീസ് മാത്രം കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാം 470 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ വണ്ടിയുടെ സിറ്റുവേഷനാണത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വട്ടം ഓഫാക്കി വീണ്ടും ഓണാക്കി ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറേ വട്ടമാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ലൈറ്റൊക്കെ ബ്ലിങ്ക് ആവുന്നുണ്ടെന്നല്ലാതെ ഒരു ശബ്ദം വന്നപ്പോൾ ഇത്ര നേരം എടുത്തിട്ടാണ് വണ്ടി ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ടായിരുന്നത്. ഇത് വേറെ എന്താ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സർവീസ് സെൻറ്ററിൽ തന്നെ ചോദിക്കണം.